കുത്തിപ്പൊക്കലുകൾ ഉണ്ടാകും. അതുപോലെയുള്ള ഒരു കുത്തിപ്പൊക്കലാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, 2019 മെയ് 29 ബാലഭാസ്കറിൻ്റെ പേജിൽ ലക്ഷ്മി പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റ് ഇപ്പോഴിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 6 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങളുള്ളത് കൊണ്ടാണ് ചില ആൾക്കാർ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള പ്രകാശ് തമ്പി, വിഷ്ണു എന്നിവർ അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മാനേജറായിരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വാസ്തവ വിരുദ്ധമാണ്. ചില പ്രാദേശിക പ്രോഗ്രാമുകളുടെ കോർഡിനേഷൻ ഇവർ നടത്തിയിരുന്നു. അതിനുള്ള പ്രതിഫലവും ഇവർക്ക് നൽകിയിരുന്നു. ഇതല്ലാതെ മറ്റ് ഔദ്യോഗികമായ ഒരു കാര്യങ്ങളിലും ഇവർക്ക് യാതൊരു പങ്കുമുണ്ടായിരുന്നില്ല. ഈ പേരുകൾക്കൊപ്പം ബാലഭാസ്കറിൻ്റെ പേര് അപകീർത്തികരമായ നിലയിൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇവ സൃഷ്ടിക്കുന്ന വേദന താങ്ങാവുന്നതിലും അധികമാണ്. അതുകൊണ്ട് ദയവായി അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ലക്ഷ്മി ബാലഭാസ്കർ എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. അപ്പോഴൊക്കെ നമുക്ക് ചോദ്യങ്ങളുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തമ്പി എന്ന് പറയുന്ന ആളുടെ കയ്യിലായിരുന്നു ഫോണും അതുപോലെ തന്നെ പേഴ്സും എന്ന് കൃത്യമായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ കയ്യിൽ അവരൊരു താൽക്കാലികമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ആണെങ്കിൽ, അതായത് ഈ ബാലഭാസ്കറുമായിട്ട് അത്രത്തോളം ബന്ധമൊന്നും അവർക്കില്ലെങ്കിൽ ഒരിക്കലും അവർ ഫോൺ കയ്യിൽ വെക്കത്തില്ല. അതുമാത്രവുമല്ല, 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ തിരിച്ചു തരാം എന്ന് തമ്പി പറയണമെങ്കിൽ അവിടെ എന്താണ് ആ ഫോണിൽ ഉണ്ടായിരുന്നത്, എന്താണ് അവിടെ സംഭവിച്ചത്? ഇതൊക്കെ ഒരു സംശയം മാത്രമാണ്, നമുക്കൊന്നും അറിയില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി ഓടിച്ചിരുന്ന ഇത്രയും പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടും എന്തുകൊണ്ടാണ് ഈ അർജുൻ എന്ന് പറയുന്നവന് മാത്രം ഒന്നും സംഭവിക്കാതിരുന്നത്? അതും ഒരു ചോദ്യമാണ്. എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ഇനി അർജുനന് ഒരുപാട് ക്രിമിനൽ അല്ലേ, അതുകൊണ്ട് ഒരുപാട് പേരെ ദ്രോഹിച്ചുകൊണ്ട് ഇനി ആരുടെയെങ്കിലും കരമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഈ ദുഷ്ടന്മാർ ദൈവം പന പോലെ വളർത്തുമെന്ന് പറയുന്നത് പോലെ ഈ അർജുൻ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് നീ അങ്ങനെ പോകല്ലേ എന്ന് കരുതിയിട്ടാണോ? അതായത് അങ്ങനെയൊരു ഇടിയാണ്. ബാലഭാസ്കർ എന്ന് പറയുന്ന ആൾ ബാക്കിലായിരുന്നു, അയാൾ വരെ മരിച്ച സ്ഥിതിക്ക് ഈ അർജുൻ എന്ന് പറയുന്നവന് ഒരു പോറൽ പോലും ഏറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് വരുന്നത്. ഇതൊക്കെ സംശയങ്ങളാണ്, ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടികൾ നമുക്കിപ്പോൾ ബാലഭാസ്കറിൻ്റെ മരണം എങ്ങനെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാലഭാസ്കർ നമ്മൾക്കെല്ലാം പൊതു സ്വത്താണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വയലിനിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആ മനുഷ്യൻ ഇതുപോലൊരു ദുർഗതി വന്നപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരെയൊന്നും ഇനി പുറം ലോകം കാണിക്കരുത് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. വാർത്ത എല്ലാവരും കാണുന്നത് എന്താ, ബാലഭാസ്കറിനോട് ഇഷ്ടം കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലാതെ ഇപ്പോഴും എല്ലാവരും പറയുന്ന പോലെ ലക്ഷ്മിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നുമല്ല. ബാലഭാസ്കർ എന്ന് പറയുന്ന ആ ഒരു സംഗീതജ്ഞനെ നമ്മളെല്ലാവരും മാറോട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാനുള്ള ആകാംക്ഷ, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് ബാലഭാസ്കറിൻ്റെ കൂടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ പല കേസുകളിലും പെട്ട് ജയിലിലാകുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ തന്നെ ഒരു ദിവസം ഈ ലക്ഷ്മിയെ കാണാൻ പോയപ്പോൾ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, അതായത് അപ്പുറത്ത് തമ്പിയുണ്ട്, ഇപ്പുറത്ത് മറ്റൊരു സ്ത്രീയുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ശത്രുക്കളാണ്. ഇവരെങ്ങനെ ഇവരുടെ അടുത്ത് വന്നു ശുശ്രൂഷിച്ചു എന്നൊക്കെയാണ് അച്ഛൻ ആരോപിക്കുന്നത്. അതൊക്കെ ചോദ്യം തന്നെയാണ്. മറ്റൊരു കാര്യം, ഇത്രയൊക്കെ പത്രവായന നടത്തിയിട്ടും ജനങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടും അതുപോലെ പല ആൾക്കാർക്കുമുള്ള സംശയങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ലക്ഷ്മി പറയുന്നൊരു കാര്യമുണ്ട്, അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ള പൂശുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ ഒരു അഭിമുഖം കണ്ടപ്പോൾ ഈ അർജുൻ എന്ന് പറയുന്നവനെ എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചപ്പോൾ നിസാരമായിട്ട് അയാൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അയാൾ എന്തോ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നത് എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഭീകരമായ ഒരു ക്രിമിനൽ സംഘത്തിൽപ്പെട്ട ഒരുത്തനാ. അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയില്ലാണ്ട് പോകേണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. വഴിയെ പോയി നടന്നു പോകുന്നവൻ ഒരിക്കലും പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് പ്രതിയാക്കൂല. അത് ഉറപ്പിച്ച് പറയാൻ മറന്ന്. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇവരുമായിട്ട്
ഇവരുമായിട്ട് ബന്ധമുണ്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തെ ഭാഗമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്യാതെ ഇപ്പോഴും നമ്മുടെ കൂട്ടുകാരൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഒഴിവാക്കി വിട്ടേക്കണം. അവനുമായിട്ട് സമ്പർക്കം ഉണ്ടെങ്കിൽ കുറേ കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു കേസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അത് തന്നെയാണ് ബാലഭാസ്കരനും സംഭവിച്ചിരിക്കുന്നത്. അയാളുടെ കൂടെ നടന്നിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം മൂർഖൻ പാമ്പുകളായിരുന്നു. അതായത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഇനങ്ങളായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഇയാളുടെ കൂട്ടുകെട്ട്, ഈ കൂട്ടുകെട്ടിലെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിമിനലുകൾ, അതുപോലെ തന്നെ ഇവരെല്ലാവരും കൂടി ആക്കി കൊടുത്ത ഈ ഡ്രൈവർ ക്രിമിനലുകൾ. ഇങ്ങനെ ബാലഭാസ്കറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം ക്രിമിനലുകളാണ്. ഇവർ തന്നെയാണ് പിന്നെ ബുദ്ധിപരമായിട്ട് ഈ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് കൃത്യമായിട്ടും ഈ ബാലഭാസ്കറിനെ തെറ്റിച്ചത് എന്നുള്ളതാണ്. എന്താണ് കാരണം? ബാലഭാസ്കർ അച്ഛനും അമ്മയുമായി അടുത്ത് കഴിഞ്ഞാൽ ബാലഭാസ്കറിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ചോദ്യം വരും. അതുപോലെ തന്നെ ബാലഭാസ്കറിൻ്റെ കൂട്ടുകാരാരാണെന്ന് അച്ഛൻ ചിലപ്പോൾ അന്വേഷിക്കും, അതുപോലെ അമ്മ ചിലപ്പോൾ അന്വേഷിക്കും. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ചെവിയിലേക്ക് ചില കാര്യങ്ങൾ വരും. ഇപ്പോൾ ഭാര്യയായ ലക്ഷ്മിയുടെ ചെവിയിലേക്ക് ആരും പോയി പറയില്ല നിങ്ങളുടെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന്. പക്ഷേ ബാലഭാസ്കറിൻ്റെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറയുന്നതാ, നിങ്ങളുടെ മോനൊന്ന് ശ്രദ്ധിച്ചോളണേ, ഓൻ്റെ കൂട്ടുകെട്ട് ശരിയല്ലേ, അവരൊന്നും ശരിയല്ല എന്ന് അവരോടെങ്കിലും പറഞ്ഞ് ആ അമ്മ മകനോട് പറഞ്ഞേനെ. അതുപോലെ അച്ഛനോട് ആരെങ്കിലും പറഞ്ഞേനെ, അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ മകനോട് പറഞ്ഞേനെ. പക്ഷേ ഇതൊന്നും സാധിച്ചു കൊടുക്കാത്ത തരത്തിൽ പറഞ്ഞില്ലേ, ഈ പിന്നെ വീട്ടിലേക്ക് വണ്ടി കയറത്തില്ല. അപ്പോൾ അച്ഛനും അമ്മക്കും സഹോദരിക്കും വേണ്ടിയിട്ട് ഒരു വീട് നോക്കിയിരുന്നു. 90 ലക്ഷം രൂപ വരെ വിലയുള്ള വീട് നോക്കിയിരുന്നവർ. പക്ഷെ എന്തുകൊണ്ടോ അത് സാധിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഈ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരോ കയറി ഇടപെട്ടു എന്നാണ് അച്ഛൻ്റെ ഒരു സംശയം. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ വീട് വാങ്ങിച്ചില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഈ അച്ഛനും അമ്മയും അടുത്ത് കഴിഞ്ഞാൽ ബാലഭാസ്കറുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ പ്രശ്നമുണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇവിടെ എന്തോ ഒരു സംഭവം ചീഞ്ഞ് നാറുന്നുണ്ട്. അതിനുള്ള ഒരു എന്താ പറയേണ്ടത്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിന്നെ ഇത് നമുക്ക് കിട്ടണം. കൃത്യമായിട്ടുള്ള സത്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം എന്നുള്ളതാണ്. ഇനി അത് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. ഇനി അന്വേഷണം ഇപ്പോഴും 3ാം ഘട്ടത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനായാലും അമ്മയായാലും എല്ലാവർക്കും അറിയേണ്ട ഒരു സത്യം തന്നെയാണിത്. കാരണം ഇത്രയൊക്കെ പ്രശ്നം നടന്നിട്ടും ലക്ഷ്മി എന്തിനാണ് വീണ്ടും ഇവരെയൊക്കെ വെള്ളപൂശുന്നത്? അതായത് ബാലഭാസ്കറിൻ്റെ മാനേജർ അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ 4 ദിവസം എന്തിന് മൊബൈൽ കയ്യിൽ വെച്ചു? ഇത് മാത്രമാണ് ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ചോദ്യം ഒന്നല്ല, ഒരു 10-20 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. സംശയങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒന്നും അങ്ങ് ടാലി ആകുന്നില്ല. അതായത് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതൊന്നും അങ്ങോട്ട് ടാലി ആകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഏതായാലും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പൊങ്ങി വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു ഇത് തന്നെയാണ്. ഒരുപാട് സംശയം അതിൻ്റെ അകത്തുണ്ട്. കാരണം പിന്നെയും എന്തിനാണ് ഈ കുരുപ്പുകളെ, അതായത് ഇത്രയും വലിയ താന്തോന്നികളെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അന്ന് ആ അഭിമുഖത്തിൽ വന്നിട്ട് ഇവറ്റകളെ തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ ലക്ഷ്മിക്ക് നല്ലൊരു കയ്യടി കിട്ടിയതിനായിരുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ബാലഭാസ്കറിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുത്തനും അതിൻ്റെ അകത്തില്ല. പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ നല്ലതായിട്ട് വയ്ക്കുന്നത്? അവന്മാരെയൊക്കെ തള്ളി പറയേണ്ടതായിരുന്നു ഇന്നലെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുക, അവന്മാരെ തള്ളിക്കളയുക, ഇതായിരുന്നു വേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.